ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി പറയുകയാണ് വെടിക്കെട്ട് ഇനി വേണ്ട, അത് ആചാരങ്ങളുടെ ഭാഗമല്ല എന്ന്. അല്ല, ഞാനും അത് വായിച്ചിരുന്നു. അത് ചേനാസ് ഗു- തന്ത്രി അതെ. ചേനാസ് നമ്പൂതിരിപ്പാടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. കാരണം ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും വെടിക്കെട്ട് നടത്താൻ അധികാരമൊക്കെ നമുക്കുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊരു ആചാരത്തിൻ്റെ ഭാഗമല്ല, അതൊരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് തൃശ്ശൂർ പൂരത്തിൻ്റെ അവിടെ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ തൃശ്ശൂർ പൂരത്തിനകത്ത് ചർച്ചകൾ വന്ന സമയത്ത് ഈ ദുരന്തം അത്യന്തം അതിഭീകരമാണ്. 14 പേരെ ഇപ്പോൾ മരിച്ചത് എൻ്റെ ഓർമ്മ, 14 പേരായിരിക്കണം. വളരെ പേര് വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലുണ്ട്. ഈ ഇത്ര ആളുകൾ മരിച്ചിട്ടുള്ള സംഭവത്തെക്കുറിച്ചിട്ട് രണ്ട് തിരുവമ്പാടി ക്ഷേത്രവും അതുപോലെ പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെയും ദേവസ്ഥാളുകൾ ഒന്നിച്ചിരുന്നിരുന്നു. അവർ പറഞ്ഞു ഈ വർഷം വെടിക്കെട്ട് വേണ്ട, പക്ഷേ പൂരം വേണം. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ വെടിക്കെട്ടില്ലാതെ കണ്ട് തന്നെ വേണമെങ്കിൽ പൂരം നടത്താം. അതെ. പക്ഷേ പൂരത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയതകളിലൊന്ന് വെടിക്കെട്ടാണ്. അത് അവിടെ മാത്രമല്ല, ഇപ്പം അത് മറ്റുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ പ്രധാനപ്പെട്ട തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലാണ് ഇത്തരം വലിയ വെടിക്കെട്ടുകളുള്ളത്. ഈ വലിയ വെടിക്കെട്ടുകൾക്ക് ഉള്ള സ്ഥലം നടക്കുന്നത് ഇതൊന്നും ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ആഘോഷത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. ഈ തരത്തിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്കൊരു മുണ്ടത്തിക്കൊണ്ട് 14 പേര് ഇത്ര ആളുകൾ മരിക്കുക, നമ്മുടെ തന്നെ സഹോദരന്മാരായിരിക്കുന്ന ആളുകൾ, നമ്മുടെ തന്നെ മക്കളായിരിക്കുന്ന ആളുകൾ, നമ്മുടെ തന്നെ കുടുംബത്തിലുള്ള സഹോദരിമാരായിരിക്കുന്ന ആളുകൾ, അവരാണ് പിടഞ്ഞു വീണ് മരിക്കുന്നത്. എത്ര എത്ര കുടുംബങ്ങളാണ് അനാഥാവുന്നത്. പക്ഷേ വെടിക്കെട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമുക്കിടയിൽ ഓയോ, തന്നെയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോ ഇതിനു മുമ്പ് പുറ്റിങ്ങൽ, ആ അതൊരു മഹാദുരന്തമായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പും പലതരത്തിൽ ചെറുതും വലുതുമായിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അന്നുമെല്ലാം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ തന്നെയാണ് ഉയർന്നത്. വെടിക്കെട്ട് വേണം എന്ന് തന്നെയുള്ള ആവശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അല്ല, പൊതുവേ ആഘോഷങ്ങളോടുള്ള ജനങ്ങളുടെ താല്പര്യം ഇന്നും വളരെ കൂടുതലാണ്. അതൊന്നും കുറച്ച് കാണാൻ സാധ്യമല്ല. പിന്നെ ചില ആൾക്ക് ഇത് വേണമെന്നുള്ളതിന് ഇപ്പോൾ പുറ്റിങ്ങലായാലും കൊള്ളാം, തൃശ്ശൂരിലായാലും കൊള്ളാം, മരടിലായാലും കൊള്ളാം, മറ്റ് ഏത് സ്ഥലത്തായാലും കൊള്ളാം, ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഉള്ള വെടിക്കെട്ടുകൾ അനിവാര്യമാണെന്ന്, അത് വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട ആൾക്ക് താല്പര്യമുണ്ട്. നമ്മളതൊന്നും കുറച്ച് കണ്ട ആവശ്യമില്ല, അതൊരു വസ്തുത തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ആചാരത്തിൻ്റെ ഭാഗമല്ല എന്നാണ് തന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതെ, അദ്ദേഹം പറയുന്നത് വെടിക്കെട്ട് ആചാരങ്ങളുടെ അവിഭാജ്യ ഘടകമല്ല. ആഘോഷങ്ങളുടെ പേരിൽ കാലക്രമേണ കടന്നുകൂടിയ ഒരു കീഴ്വഴക്കം മാത്രമാണ്. കൂടാതെ അപകടരഹിതമായിട്ട് വെടിക്കെട്ട് നടത്തുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടു എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ എത്രയൊക്കെ ആകർഷകത്വം ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടെ മനുഷ്യജീവനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടി അവിടെ കിടക്കുന്നുണ്ട്. അല്ല, ഇവിടെ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും മനുഷ്യരാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം ഇപ്പം ഇതിനകത്ത് മരിച്ചിരിക്കുന്ന ആളുകൾ എല്ലാവരും ജീവനക്കാരൊന്നുമല്ല. ജീവനക്കാർ മരിച്ചിട്ടുണ്ട്. അതിനോട് സഹായിക്കാൻ വേണ്ടി ചെന്ന് നിന്നിട്ടുള്ള ആളുകളുണ്ട്, അവർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് മരിച്ചതെന്നുള്ള യാതൊരു കണക്കുമില്ല. അതെ, അവിടെ ഇത് കാണാൻ വേണ്ടി ചെന്നവരും ഒക്കെ ഉണ്ടല്ലോ. കാണാൻ വേണ്ടി ചെന്നിട്ടുള്ള ആളുകളുണ്ട്, വലിയ നടുക്കത്തോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഇവർക്ക് പലർക്കും ഇൻഷുറൻസ് ചിലപ്പോൾ നിർബന്ധമില്ല. അതുകൊണ്ട് അത്തരത്തിൽപ്പെട്ട നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ ചില ആഘോഷങ്ങൾ ഇങ്ങനെ തുടർന്ന് നടത്തിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പൊതുവായിട്ട് ചർച്ചയുണ്ട്, ഈ കരിയും കരിമരുന്നും ഈ രണ്ടും ശരിക്കും ക്ഷേത്ര ഉത്സവങ്ങൾക്ക് അനിവാര്യമാണോ? പരിധി വിട്ട ആവശ്യമുണ്ടോ ഇതിനകത്ത്? ഇതിന് നിയന്ത്രണങ്ങൾ അനിവാര്യമല്ലേ? ഇതിനെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടക്കേണ്ടതല്ലേ? ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിക്കെട്ട് എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ ചില സംഘാടകർക്ക് വേണ്ടി പറയാം, വെടിക്കെട്ട് കൊണ്ട് മാത്രം ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന ആളുകളുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഈ വരുന്ന ആളുകളും ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളല്ല, മറിച്ച് ഇവരൊക്കെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നവരാണ്. അതെ, ഇത് രണ്ടും കൃത്യമാണ്. ഒന്ന് ആചാരപരമായിട്ടുള്ള കാര്യവും മറ്റൊന്ന് അതിന്റെ കാർണിവൽ സൈഡുമാണ്. അതാണത്. ഈ കാർണിവൽ സൈഡിനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. അത് കേവലം ആഘോഷമായിട്ട് വെച്ചുകൊണ്ട് ഈ ആഘോഷ തിമിർപ്പിന് വേണ്ടി എത്തിച്ചേരുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അവരെ നമുക്ക് കുറച്ച് കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവൻ നഷ്ടപ്പെടുന്ന ആർക്കാണെന്നുള്ളതാണ് പ്രശ്നം. ആ ജീവൻ നഷ്ടപ്പെടുന്നതിൽ വളരെ സർവ്വസാധാരണക്കാരാണ്. അതിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുണ്ട്, അത് കാണാൻ വരുന്നവരുണ്ട്, ഇത്തരത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ദുരന്തം തന്നെയാണ്. ഈ ദുരന്തത്തെ ദുരന്തമായി തന്നെ നമ്മൾ കാണണം. അത് കണ്ടില്ലെങ്കിലുള്ള അപകടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കുടുംബങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ചില കുടുംബങ്ങളിൽ അവരുടെ അച്ഛൻ നഷ്ടപ്പെട്ടു പോകുന്നു, സഹോദരൻ നഷ്ടപ്പെട്ടു പോകുന്നു, കുടുംബനാഥൻ നഷ്ടപ്പെട്ടു പോകുന്നു. ചുരുക്കത്തിൽ പറഞ്ഞൊരു കുടുംബം ഇല്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ എത്തിച്ചേരുന്നു. അവരുടെ മക്കൾ അനാഥരായി തീരുന്നു. ഇത് ചെറിയ സംഭവമാണോ?
അപ്പം നമ്മൾ ആഘോഷത്തിൻ്റെ പേരിൽ ഇത്തരം കുടുംബങ്ങളെ അനാഥമാക്കുന്ന പരിപാടി അതത്ര നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു നമ്മളൊരു അന്വേഷണം ഒരു വട്ടം കൂടി നമ്മൾ ഒരുപക്ഷം അതിനെ സംബന്ധിച്ച് ഒരു ആലോചന നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഭൂരിഭാഗം ആളുകളുടെ ആവശ്യവും ഇത് തന്നെ ആയിരിക്കും. നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും? അല്ല അത് അത്തരം ചില പ്രശ്നങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ജനങ്ങൾ തന്നെയായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം എനിക്കതിനകത്ത് എടുത്തു പറയാവുന്നൊരു സംഭവമേ ഉള്ളൂ. തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയും പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയും കൂട്ടായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു വെടിക്കെട്ട് ഈ വർഷം ഇല്ല. അപ്പം വെടിക്കെട്ട് ഈ വർഷം ഇല്ലെങ്കിൽ പിന്നെ വെടിക്കെട്ട് എപ്പോഴെങ്കിലും ഇല്ലാണ്ടാക്കാമല്ലോ. ഉം. അങ്ങനെ വെടിക്കെട്ടില്ലാതെ കണ്ട് പൂരം നടത്താൻ വേണ്ടി സാധിക്കുന്നവർ പറയുന്നുണ്ട്. പിന്നെ എന്തിനാ ഒരു ബേജാറാവണം എന്തിനാ? അപ്പം അതുകൊണ്ടൊരു വെടിക്കെട്ട് ഇപ്പം ഞാൻ വെടിക്കെട്ട് നിർത്തണം എന്നുള്ളത് മാത്രമല്ല എൻ്റെ പൂർണ്ണമായിട്ടുള്ള ആവശ്യം. വെടിക്കെട്ട് അനിവാര്യമാണോ എന്നുള്ളത് അവർ ആദ്യം തീരുമാനിക്കണം. അതിന് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും മറ്റുള്ള ആളുകളും കൂടി ഇരുന്ന് ഇരിക്കുകയും ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമല്ലാതെ കണ്ട് കേവലം ആഘോഷത്തിൻ്റെ ഭാഗം മാത്രമാണെങ്കിൽ അത് ഈ തരത്തിൽപ്പെട്ട 10,000-കണക്കിന് ആളുകൾ ഒത്തുകൂടുന്നൊരു സ്ഥലത്ത് ഇത്തരത്തിൽ വെടിക്കെട്ടുകൾ വേണമെന്ന് ആലോചിക്കണം. അതെല്ലാ സ്ഥലത്തും പ്രശ്നമാണത്. അതിന് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? ഈ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് ഒരു ക്ഷേത്രോത്സവം നടത്തുന്നതിൽ പ്രശ്നമില്ല. ഇത് പണ്ട് മുതലേ ഇതിൻ്റെ ഒരു കാർണിവൽ സൈഡ് എന്ന് പറയുന്നത് ഇത്ര വിപുലമായിട്ടുണ്ടായിരുന്നതാണ്. ഈ ആനയും അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ. അതിനൊരു സംഗതി ഉള്ളത് പഴയ കാലത്ത് അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറൊരു സംഗതി ഉണ്ടായിരുന്നു. പഴയ കാലത്ത് പോപ്പുലേഷൻ ഇത്രയില്ല, ജനങ്ങൾ കുറവാണ്. ജനങ്ങൾ കുറഞ്ഞു വന്ന സമയത്ത് ആഘോഷങ്ങളുടെ വലിപ്പം കുറയും, ആഘോഷങ്ങളുടെ രീതികളിൽ മാറ്റം വരും. പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആഘോഷങ്ങളുടെ വലിപ്പം കൂടും. ഇപ്പം നിങ്ങൾ ആലോചിച്ചു കൊച്ചിയിൽ കാർണിവൽ നടക്കുന്നുണ്ട് ജാനുവരി മാസത്തിൽ 10,000-ങ്ങളാണ് കൊച്ചിയിലേക്ക് പോകുന്നത്. ഇങ്ങനെ പോകണമെന്ന് തടയാൻ പറ്റുമോ? തടയാൻ സാധ്യമല്ല. പക്ഷേ തടയാൻ സാധ്യമല്ലാതെ വരുന്ന സമയത്ത് പോലും ഇത്തരം ആഘോഷങ്ങൾ 10,000-കണക്കിന് ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് വെടിക്കെട്ട് പോലെയുള്ള ചില സംവിധാനങ്ങൾ, കരിയും കരിമരുന്നും ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ, അതിത്തരത്തിൽപ്പെട്ട 10,000-കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു അന്വേഷണം ആവശ്യമാണ്. ആ അന്വേഷണത്തിൽ ഒരു ഉത്തരം കണ്ടെത്തുമ്പോൾ അത് ഏറ്റവും ഉചിതമായി, അതായത് ഏറ്റവും കൃത്യമായിട്ട് പറയാൻ കഴിയുക ക്ഷേത്ര ഭരണ സമിതിക്കാണോ, അതോ ഇപ്പോൾ ഇനിയിപ്പോൾ വരുമ്പോൾ അന്വേഷണം വരുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടാവും, ചിലപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് പഠനം നടത്താനും ഒക്കെ. അവർ പറയുന്നതായിരിക്കും ജനം അല്ലെങ്കിൽ വിശ്വാസികൾ അനുസരിക്കുക, ക്ഷേത്ര ഭരണസമിതി പറയുന്നതായിരിക്കും. അപ്പോൾ ഉചിതമായ അതിനകത്ത് ആർക്കാണ് ഇതിൽ ഒരു തീരുമാനം എനിക്ക് എടുക്കാൻ തോന്നുന്നില്ല പറ്റുക? പ്രധാനമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ മാറ്റിവെച്ചുകൊണ്ട് അന്വേഷണം നല്ലതല്ല. ഒരു പഠനം സാധ്യമല്ല. അവരെ കൂടി കണക്കിലെടുക്കണം. കാരണം അവർ മനുഷ്യരാണ്, അവർക്ക് മനുഷ്യരുടെ പ്രശ്നങ്ങൾ അറിയാം. അത് കേവലം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമൊന്നുമല്ല, ഒരു ഉദ്യോഗസ്ഥൻ തീരുമാനിക്കേണ്ട കാര്യമല്ല അത്. നിരവധി ആളുകൾ കൂട്ടായിട്ട് ഇരുന്ന് ആലോചിച്ച് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതാണ്. അതിന് വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്കൊരു അവരുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണത്. ആ വിശ്വാസത്തെ ബാധിക്കാത്ത രീതിയിൽ ആഘോഷങ്ങൾക്ക് ഒരു ലഘുത്വം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ പ്രഖ്യാപിക്കാവുന്നതാണ്. അതിനെക്കുറിച്ചൊരു വാശിയുടെ ആവശ്യമില്ല. പക്ഷേ വിശ്വാസികളെ കൺസിഡർ ചെയ്യാതെ കണ്ട് ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആഘോഷ നിഷേധം എന്ന് പറയുന്നത് അത്യന്തം അപകടകരമാണ്. ഏത് കാര്യം ചെയ്യുന്ന സമയത്തും ബന്ധപ്പെട്ട ആളുകളുമായിട്ടാണ് ചർച്ച നടത്തേണ്ടത്. അല്ലാതെ മേലിരിക്കുന്ന ചില ആളുകൾ ഞങ്ങൾ ജുഡീഷ്യൽ സംവിധാനത്തിലുള്ളവരാണ്, ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്, അതല്ലെങ്കിൽ ഞങ്ങൾ നേതാക്കന്മാരാണ്, അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ ജനങ്ങളെ കിട്ടില്ല. അപ്പം ജനങ്ങൾക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സുകൂടിയിട്ട് അവരുടെ അഭിപ്രായം കൂടി തിരക്കുന്നതായിരിക്കും ഇതിനകത്ത് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.